നമസ്കാരം. നമുക്ക് രാമായണം 2-ാം ദിവസം വായിക്കാം. രാമായണ മഹാത്മ്യമാണ്. അത് നമുക്ക് ശ്ലോകം വായിക്കാം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലിതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുദാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോർഷാർത്ഥമിതി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണമെന്നാവിലേകം ചെയ്വാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലതെന്നോർത്തു ചേതസി സർവം ശമിച്ചിടുവാൻ കൃപയാലേ. അധ്യാത്മപ്രതീകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും. മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അസന്ധിഗ്ധമീ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ. ചൊല്ലിടുവാനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബന്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ദുപ്താപ്തി മധ്യേ ഭോഗി സത്തനായിടുന്ന മെത്തമേ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദവീരൻ ദശരഥനു തനയനായി രാത്രിജാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. വേദ്യനാം സീതാപതി ശ്രീപാദം